ജെഫ്രിയുടെ ഡബിൾ ഗെയിം ഇന്ന് എക്സ്പോസ് ആയി. കാരണം വ്യക്തമായിട്ടൊന്ന് നമുക്ക് മനസ്സിലായി ജെഫ്രി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസവും നിന്നെന്നുള്ള കാര്യം. അത് ഇന്നത്തെ ഒരു ഡേയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന് വിജയ് സേതുപതി നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് ഗോവ ഗ്യാങ്ങിൽ നിന്ന് മാറിയെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതൊന്നും അല്ല സംഭവം. നമ്മൾ തുടക്കം മുതൽ നോക്കുവാണെങ്കിൽ ഇന്ന് ജെഫ്രിക്ക് നോമിനേഷൻ ഫ്രീ പാസ് വരെ കിട്ടി. അപ്പൊ ഈ സാധനമൊക്കെ കൊടുത്തത് ജെഫ്രി ഒരു പാവമാണ്, പാവം ഒരു പാവപ്പെട്ട ഫാമിലി ഒരു മെമ്പറാണ്, അവിടെ നിന്നോട്ടെ, അവർ രക്ഷപ്പെട്ട് പോട്ടെ എന്നൊക്കെ ഉള്ള ലെവലിലാണ് ഈ വീട്ടുകാരങ്ങനെ ചെയ്തു വെക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജെഫ്രി എന്താണ് ഈ സീസണിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഓർമ്മയില്ല. ടാസ്ക് ഒക്കെ കളിച്ചിട്ടുണ്ട് ശരിയാണ്, പക്ഷെ ടാസ്ക് കളിക്കുന്നതല്ല ബിഗ് ബോസ്. പിന്നെ ഈ ഒരു വീക്കിൽ ജെഫ്രിക്ക് നോമിനേഷൻ ഫ്രീ പാസ് കിട്ടാനുള്ള യാതൊരുവിധ ഒരു എന്താ പറയാ യോഗ്യതയും ഇല്ല. അതിനേക്കാൾ അടിപൊളിയായിട്ട് ദീപക്കും മഞ്ജരിയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീക്ക്. അത്ര സൂപ്പറായിട്ട് ദീപക്കിനോ മഞ്ജരിക്കോ കിട്ടണമായിരുന്നു, അല്ലെങ്കിൽ തർഷികയും കുഴപ്പമില്ല. ഈ ആഴ്ച തർഷിക കയറി വന്നിട്ടുണ്ടായിരുന്നു, തർഷികയ്ക്കും കൊടുക്കായിരുന്നു. വേറെ ആർക്കും അത് കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല ഈ മാനേജർ ടീമിലുള്ളത്. അപ്പം എനിക്ക് എന്തോ പോലെ തോന്നിപ്പോയി. ഈ പറയുന്ന ജെഫ്രിക്ക് എല്ലാവരും വാരി വാരി പിറക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജെഫ്രി 84 ദിവസം സേഫായി. 84 ദിവസം. കാരണം ഈ ആഴ്ച ജെഫ്രി നോമിനേഷൻ ഇല്ല, അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ കാർഡ്. അതിന്റെ അടുത്ത ആഴ്ച എവിക്ഷനിൽ ഉറപ്പായിട്ടും വരും. കാരണം ജെഫ്രി 5 ആഴ്ചയായിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുവാണ്. അപ്പം ഈ സാധനം ഇനി ജെഫ്രിക്ക് ഫാമിലി വീക്കൊക്കെ ഉറപ്പാണ്. ജെഫ്രിയുടെ ഫാമിലിയൊക്കെ വീട്ടിൽ ഇനിയിപ്പം ഉറപ്പായിട്ടും വരികയൊക്കെ ചെയ്യും. പിന്നെ ഡയറക്റ്റ് നോമിനേഷൻ അടുത്ത ആഴ്ച റാണവിനാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് അതും അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. റാണവൊക്കെ വാ തുറന്ന് നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പക്ഷെ റാണവ് സ്വന്തമായിട്ട് ചോദിച്ച് വാങ്ങിച്ചാണ് ഞാൻ കുറെ നാളായി നോമിനേഷനിൽ വന്നിട്ട് എനിക്ക് വരണം എന്നുള്ള ഒരു ലെവലിൽ പറഞ്ഞു. അത് കൊള്ളാം. ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നല്ലതെന്ന്. മഞ്ജരിയും ദീപക്കും ഒക്കെ കയറി വരികയാണ്. ടോപ്പ് 5 ഒക്കെ ആ ഒരു പ്രഡിക്ഷൻ സമയങ്ങളൊക്കെ എത്തുന്നുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, മഞ്ജു വാര്യർ. അതെ, നമ്മുടെ മഞ്ജു ചേച്ചി വന്നു ഇന്ന് തമിഴ് ബിഗ് ബോസിൽ. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു മഞ്ജു ചേച്ചി മനുഷ്യരെയും കൂടെ നേരിട്ട് കാണുമ്പോൾ മഞ്ജു ചേച്ചി എങ്ക പാരടാ നമ്മ കേരളത്തിൽ ഇരുന്ന ആൾ വന്നിരിക്കടാ എന്നൊക്കെ അൻഷി പറയുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ അന്ന് എപ്പിസോഡിൽ കണ്ടില്ല. അതൊക്കെ ഡിസപ്പോയിന്റിങ് ആയിപ്പോ. എന്തായാലും മഞ്ജു ചേച്ചി വന്നിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് 3 പേരെയാണ് ഈ ആഴ്ച, ജാക്ലിൻ, മുത്തു, വിശാൽ. എന്റെ പൊന്നെ, വിശാൽ എന്ത് ചെയ്തിട്ടേ പിടിച്ച് ക്യാപ്റ്റൻസിയിൽ ഇട്ടത്? 10 ആഴ്ചത്തെ പെർഫോമൻസിലാണ് ഇടാൻ പറഞ്ഞത്, 10 ആഴ്ചത്തത്. അതിനകത്ത് മുത്തുവിന്റെ ഒരു നോമിനേഷൻ ഉണ്ട്. അത് മുതലാണ് നോമിനേഷനിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആയി ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയം അതാണ്. അങ്ങനെ പിന്നെ വേസ്റ്റ് ആയിട്ട് രഞ്ജിത്തും പവിത്രയാണ്. ജെഫ്രി ഡബിൾ ഗെയിം കളിച്ച് ഗോവ ഗ്യാങ്ങിനെതിരെയാണ് ജെഫ്രി തിരിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പം ജെഫ്രി എനിക്കൊന്നും അറിയണ്ടേ, ഞാനൊന്നും കണ്ടിട്ടില്ലേ, ഞാനൊന്നും ഇല്ലേ, ആ മൈൻഡാണ് ജെഫ്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജെഫ്രി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോക്കസ് ആയി. പിന്നെ ഈ പറയുന്ന പോലെ അരുണിനെ തകർക്കാൻ വേണ്ടി ജാക്കിലിനും മുത്തും കൂടെ ഒന്ന് പദ്ധതി ഇടുന്നുണ്ട്. പക്ഷെ മഞ്ജരിയാണ് ഇപ്പൊ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാൻ നമുക്ക് ഇന്നത്തെ ഡിസംബർ 13-ാം തീയതിയിലെ ബിഗ് ബോസ് സീസൺ 8 ഡേ 68 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ നാളെയും മറ്റന്നാളെയും ഇവിടെ ഉണ്ടാവില്ല. ഞാനൊരു എറണാകുളത്തൊരു ആവശ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഒത്തിരി ലെങ്ത് ആവില്ല നാളെ മറ്റന്നാളെ. കാരണം എനിക്ക് വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വേറൊരിടത്തായിരിക്കും ഞാൻ. അപ്പം ചെറിയ രീതിയിൽ ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടാൻ നോക്കാം ബിഗ് ബോസിൻ്റെ തന്നെ. നാളെ എവിക്ഷൻ ഉള്ളതാണ്. പിന്നെ റിവ്യൂ ഒക്കെ ഞാൻ മെയിൻ പോർഷൻസ് മാത്രമേ നാളെ മറ്റന്നാളും പറയത്തുള്ളൂ. ഞാൻ മൺഡേ തിരിച്ച് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം മുത്തുവും ജാക്ലിനും കൂടെയാണ് രാവിലെ സംസാരം. അരുണിനെ കുറിച്ചാണ് സംസാരം. അരുൺ, സത്യ, വിശാൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല ചർച്ചയിലാണ് കേട്ടോ അരുൺ. അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ധൈര്യമില്ല, ഒന്നും പറയൂല. അവൻ പ്രൊവോക്കിംഗ് വെപ്പണായിട്ട് ചില കാര്യങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അരുണിൻ്റെ അടുത്ത് ഞാൻ പറയാൻ പോവുകയാണ്, നീ എൻ്റെ അടുത്ത് സംസാരിക്കരുത്. കാരണം എനിക്ക് നിന്റെ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നീ എല്ലാ കാര്യവും നീ പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ജാക്ലിൻ പറയാണ്, നീ ഇപ്പം രണ്ടും നടക്കാത്ത ലെവലാണ് നീ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പീക്കിൽ അവൻ പോട്ടെ. അവൻ പറഞ്ഞ് അരുണിൻ്റെ പീക്കിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ എങ്ങനെയുണ്ട്. മുത്ത് പറയണത്, ഞാൻ എന്തെങ്കിലും അവനെ പറയാൻ പോയി കഴിഞ്ഞാൽ ബാബാ ഇങ്ങനെയാണ് പറയുന്നത്. എനിക്ക് അവൻ്റെ ഒന്നും സംസാരിക്കാനേ തോന്നില്ല. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുവിനെ സംബന്ധിച്ചിടത്തോളം അരുൺ ഒരു ടാർഗറ്റേ അല്ല. അരുൺ ടാർഗറ്റ് അല്ല. മുത്ത് കല്ലിച്ച് എനിക്ക് ഇവനെ കാണുമ്പോൾ എന്ത് ഒരു ഇറിറ്റേഷൻ, ആ ഒരു ലെവലിലാണ് അരുൺ ഈ മുത്ത് സംസാരിക്കുന്നത്. അതിനുശേഷമാണ് ഒരു മെയിൻ ഇഷ്യൂ നടക്കുന്നത്. ഓഡിയൻസ് പോളിൽ വരുന്നു,
ഓഡിയൻസ് പോള് ഹോട്ട്സ്റ്റാറിൽ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തരുടെ ഗെയിമിനെ കുറിച്ച് വളരെ സ്വാരസ്യമാക്കി ആരാണ് പറയേണ്ടത്? സൗന്ദര്യമാണ്. അങ്ങനെ സൗന്ദര്യം ഓരോരുത്തരെയും കാര്യമൊക്കെ എടുത്ത് പറയാണ്. ജാക്ലൈൻ ഭയങ്കര ഇങ്ങനെ നമസ്തേ ജാക്ലൈൻ, അവിടുത്തെ നല്ലപോലെ കളിച്ചൊക്കെ വന്നിട്ടുണ്ട്. രഞ്ജിത്ത് അണ്ണ, അൻപ്, പാസം ഒക്കെ കാണിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. ജെഫ്രി ഗോവ ഗ്യാങ്ങിൽ നിന്ന് ഇപ്പൊ പുറത്ത് വന്ന് ജെഫ്രി ഇൻഡിവിജ്വൽ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഗോവ ഗ്യാങ്ങിലേ ഇല്ലാത്ത ലെവലിൽ വന്ന് ഭയങ്കര ഇൻഡിവിജ്വൽ കളിയാണല്ലോ ജെഫ്രി. ഈ 2 ഡയലോഗ് എപ്പിസോഡിലുള്ളൂ. ഓക്കെ ഫൈൻ. ഇത് കഴിയുന്നു. കുറച്ച് കഴിഞ്ഞ് ജെഫ്രിക്ക് ഇത് പൊട്ടുന്നു. സൗന്ദര്യമായിട്ട് കൊട്ടുന്നത് ജെഫ്രിക്ക് പൊട്ടുന്നു. കിച്ചണിൽ പോകുമ്പോൾ റയാൻ നിൽക്കുന്നു, സത്യം നിൽക്കുന്നു. ഗോവ ഗ്യാങ്ങിൽ ഉണ്ടാകുന്ന സമയത്തെ ഇതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ട് അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യയുടെ നേർക്ക് ഒരു ഗുരു അത്ര എനിക്ക് പറയാനുള്ളത്. ഒരു ഗുരു ഈ പറയുന്ന കണക്ക് ജെഫ്രി സത്യരെ പറയുന്നു. നേരെ പോയി ഈ സാധനം എന്ത് ചെയ്യുന്നു? റയാൻ കേട്ടോണ്ടിരിക്കുകയാണ്. റയാൻ പോയി സൗന്ദര്യം എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഇതുപോലൊരു സാധനം നടന്നിട്ടുണ്ട്. ഇപ്പം ഗോവ ഗ്യാങ്ങിനകത്ത് അതിനകത്ത് നിന്നപ്പോഴേ ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ലെവലിലൊരു രീതിയാണ് അവിടെ നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. ലെവൽ എന്നല്ല, ലെവലിലുള്ള രീതിയാണെന്നുള്ള കാര്യം റയാൻ ഈ പറയുന്ന പോലെ സൗന്ദര്യം എടുത്ത് പറയുന്നുണ്ട്, ജാക്ലിനെടുത്ത് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ജെഫ്രി പവിത്രയുടെ കൂടെയാണ് കൂട്ട്. ഇപ്പം ഈ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജെഫ്രി പവിത്രയുടെ കൂടെയാണ് കൂട്ട്. നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല, ഗുഡ് ഫ്രണ്ട്ഷിപ്പ് അല്ല അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ജെഫ്രി പറയുന്നു. റയാൻ, ജാക്ലിൻ, സൗന്ദര്യ അകത്തിരിക്കാൻ. റയാൻ പറയാണ് ക്രിഞ്ച് ആണെന്നെല്ലാം അവൻ സത്യരെടുത്തും പറഞ്ഞു. ജെഫ്രി പറഞ്ഞു, ഞാൻ കേട്ടു. ജെഫ്രി എടുത്ത് പിന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെഫ്രി കേൾക്കൂലല്ലോ. അപ്പം സൗന്ദര്യം പറയണേ, എടാ എനിക്കും ക്രിഞ്ച് ആയിരുന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, ഇപ്പോൾ ഓക്കെ ആയി, പക്ഷേ ഈ സാധനം എപ്പിസോഡിൽ കാണിക്കണില്ല കേട്ടാ. ക്രിഞ്ച് ആണെന്നൊക്കെ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു ആ സൗന്ദര്യം അഭിപ്രായം ഗെയിം പറഞ്ഞ സമയം ഇഷാന്ത് ഇത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല. കുറച്ച് കഴിയുന്നു, തർഷികയുടെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ വരുന്നു. കേക്കൊക്കെ മുറിച്ച് ഭയങ്കര സെലിബ്രേഷൻ ആണ്. സൗന്ദര്യ ജെഫ്രി കുറച്ച് നേരം സംസാരിക്കും. സൗന്ദര്യം പറഞ്ഞു, എടാ ഞാൻ എന്തോ കഴുകി വീഴ്ത്തു എന്നുള്ള കാര്യം നീ സത്യം എടുത്ത് പറഞ്ഞില്ല, എന്താ സംഭവം? അപ്പം ജെഫ്രി പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ സത്യം എടുത്ത് പറഞ്ഞെന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? സൗന്ദര്യ ആര് പറഞ്ഞു? അപ്പം റയാൻ പറയണം, അപ്പം നീ അവിടെ പിന്നെ എന്താ പറഞ്ഞത്? നീ സത്യമായിട്ട് എന്താ പറഞ്ഞത്? ഞാൻ കേട്ടോണ്ട് തന്നെയാണ് ജെഫ്രി നിന്നത്. ഞാനിപ്പോൾ ഗോവ ഗ്യാങ്ങിലില്ല, ഗോവ ഗ്യാങ്ങിൻ്റെ പേര് മെൻഷൻ ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നീ അവിടെ ആ ലെവലിൽ നീ കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ജെഫ്രിയും റയാനും കൂടെ സംസാരിക്കുന്നു, വഴക്കാവുന്നു. അപ്പം ജാക്ലിൻ മിണ്ടായിരിക്കടാ തീരുന്നു. കുറച്ച് കഴിഞ്ഞ് ജെഫ്രിയും പവിത്രയുടെ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ജാക്ലിനും സൗന്ദര്യം കൂടെ. അപ്പം ജാക്ലിൻ പറയാണ് ജെഫ്രിയും പവിത്രയോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പം ജാക്ലിൻ പുറത്ത് വരുന്നു. എന്താ നീ ഇപ്പം നമ്മളെ അടുത്ത് വന്ന് ഇരിക്കാത്തത്? നീ അതിന് ജസ്റ്റിഫിക്കേഷൻ തരണ്ട, എന്തുകൊണ്ടാണ് നീ വരാത്തത് എന്നുള്ള കാര്യം നമ്മൾ ഇനി ചോദിക്കുന്നില്ല. പക്ഷെ നീ സത്യയോട് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പം ജെഫ്രി, ഞാൻ എന്തോന്ന് പറഞ്ഞത്? നിങ്ങളീ പറയുന്നത് ഞാൻ ഇവിടെ കിടക്കാനായിട്ട് വന്നവിടെ സംസാരിക്കുന്നു, ഇപ്പം എന്താ കുഴപ്പം? എന്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു, ഇത് എന്ത് കഷ്ടം ഇത് എന്നുള്ള ലെവലിൽ ജെഫ്രി സംസാരിക്കുന്നു എന്നുള്ള ലെവലിൽ. കാരണം എപ്പിസോഡ് കട്ടാണ്. ഞാൻ എപ്പിസോഡിൽ നടക്കുന്ന പോലെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും നിങ്ങൾക്ക് പിടികിട്ടൂല. കാരണം ആ ലെവലിലാണ് എപ്പിസോഡിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ. അപ്പോഴത്തേക്കും റയാൻ ഗോവ ഗ്യാങ്ങിൽ ഉള്ളപ്പോൾ അവർ കുറ്റം പറയും എന്നുള്ള ലെവലിൽ നീ അന്നേരം സംസാരിച്ചില്ലേ? അപ്പം ജെഫ്രി ജാക്ലിനെ പറയാണ്, നീ ഇന്നലെ സൗന്ദര്യയുടെ കേസ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ജാക്ലിൻ? പറഞ്ഞാ? അപ്പം ഞാനതുപോലെ അവിടെ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്താണ് വന്ന് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്? അപ്പം ജാക്ലിൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് മാത്രമല്ല, അവളുടെ ഒരു കാര്യം ഞാൻ നിൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്തും പോയി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പം ജെഫ്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സേതുപതി വിലക്കിയോണ്ടെന്നുമല്ല, ജെഫ്രി വിജയ് സേതുപതി വിലക്കിയതും കാരണമാണ്. എന്നിരുന്നാലും ഒരു മലക്കം മറച്ചിലുണ്ട് ജെഫ്രിക്ക്. എന്തിനു വേണ്ടി? ചവിട്ടി മാറിയിട്ടുണ്ട്. ഡബിൾ ഗെയിമാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഔട്ടാവും. എനിക്കിപ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജെഫ്രി ഫുൾ ഫേക്ക് ആണെന്നുള്ളൊരു ഫീലാണ് വരുന്നത് കേട്ടോ. കാരണം ആ ഗോവ ഗ്യാങ്ങിൻ്റെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഇതുവരെ 4 പേരുടെ നിന്നിരുന്നെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് ടോപ്പ് 5 കയറാം. ഓൾറെഡി 2 പേര് കയറും. സൗന്ദര്യവും ജാക്ലിനും കൺഫേംഡ് ആയിട്ട് ടോപ്പ് 5 കയറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത് കുറച്ച് ഞാൻ സത്യ റൂമിലുള്ളടുത്ത് പറയാണ്, നോക്ക് ഗ്യാങ്ങിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെഫ്രി പറഞ്ഞ കാര്യം റയാൻ ഓടിപ്പോയി പറഞ്ഞു കൊടുത്ത് പ്രശ്നമായി. ജാക്ലിൻ ഇതേസമയം ജെഫ്രി എടുത്ത്, ഇനി ഞാൻ നിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കൂല, ഇനി നീ തനിയെ ഇരിക്കുക, എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്തിനൊന്നും ചോദിക്കൂല, ഫ്രണ്ട്ഷിപ്പിൽ ഇനി ഇരിക്കൂല എന്ന് മനസ്സിലായി. ഓക്കെ, മനസ്സിലായി ജെഫ്രി, മനസ്സിലായി. കുറച്ച് കഴിഞ്ഞ് ഡയറക്റ്റ് നോമിനേഷൻ ഫ്രീ പാസും ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് ബിഗ് ബോസ് ചോദിക്കുന്നു. ഡിസ്കസ് ചെയ്യാൻ പറയുന്നു. വർക്കേഴ്സ് ഡിസ്കസ് ചെയ്യാണ്. അൻഷിത പറയാണ് റാണവിനാണ് കൊടുക്കേണ്ടത്, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രം അതിനകത്ത് നിന്നതാണ്. അപ്പോൾ റാണോ പറയാണ്, ഞാൻ തന്നെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ ഞാനല്ലാതെ വേറൊരാളാണെങ്കിൽ അൻഷി ചില കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കൂടി എന്ത് ചെയ്യുന്നു, തെറ്റാണെന്ന് ചെയ്യുമ്പോൾ ആ തെറ്റ് മറച്ചിട്ട് പറയുന്നു.
അപ്പൊ റയാൻ വരുന്നു. റാണവാണ് പ്രോബ്ലം വലുതാക്കാൻ വേണ്ടി നോക്കി, യൂണിയൻ ലീഡർ ആയിരുന്നപ്പോൾ കിട്ടിയ അവസരം മുതലാക്കിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം മുത്ത് പറയുന്ന റാണവിന്റെ പേരാണ്, കാരണം ക്യാമറയെ മറച്ചു പിടിച്ചായിരുന്നു അവന്റെ സംസാരങ്ങള്. അപ്പൊ ജാക്കിലിൻ പറയുന്ന റാണവാണ്, ഇറിറ്റേറ്റിംഗ് ആയിരുന്നു, പക്ഷെ ഞാൻ റാണവിന്റെ പേര് പറയല്ലോ. രഞ്ജിത്ത് സൗന്ദര്യം പറയണം, ഞാനും റാണവിന്റെ പേര്. പക്ഷെ എല്ലാവരുടെ റാണവിന്റെ മണ്ടയ്ക്ക് എടുത്തിട്ടേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് ഒത്തിരി തുറക്കാത്ത ഐറ്റംസ് ഉണ്ടായിരുന്നു. അവർക്കായിരുന്നു ഈ പറഞ്ഞ കണക്ക് നോമിനേഷൻ കൊടുക്കാനുണ്ടായിരുന്നു ഡയറക്റ്റ്. ഇതേ സമയം മാനേജേഴ്സ് സത്യം പറയാണ്, ഞാൻ ലാസ്റ്റ് ഡേ ആണ് വന്ന, എനിക്കൊരു അഭിപ്രായമില്ല, നല്ല കാര്യം മാറിയിരിക്കും. മഞ്ചരി പറയുന്നു 100% ഞാൻ എൻ്റെ വർക്ക് അതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ സീരിയസ് ആക്കി എടുത്താണ്. ദീപക് പറയാണ് ഞാനും നോമിനേഷൻ ഫ്രീ പാസിന് അർഹനാണ്. ജെഫ്രി പറയണം ഞാൻ 10 വീക്ക് നോമിനേഷനിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ടില്ല, 10 വീക്കായിട്ട് ഞാനിവിടെ സൂപ്പറായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. അപ്പോൾ ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ ലൈഫ് വേണം, എല്ലാം ഞാൻ ബെസ്റ്റായിട്ടാണ് ചെയ്യുന്നത്, ഇനിയും ഞാൻ ബെസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് 2 മാസമായിട്ട് ഡയലോഗ്. ഈ ആഴ്ച എന്ത് കോപ്പ് ചെയ്തെന്ന് ജെഫ്രി ഒന്നും പറയുന്നില്ല, ജെഫ്രി ഒന്നും ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ജെഫ്രിയെ ഈ ആഴ്ച കണ്ടുപോലുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഏതില് മാനേജറിന്റെ ടീമിനകത്ത് തിളങ്ങി നിന്ന ആൾക്കാരുണ്ടായിരുന്നു. പവിത്ര പറയണം എനിക്ക് അടിപൊളിയായിട്ട് ഇനിയും ചെയ്യാം എന്ന് തോന്നുന്നു, എനിക്ക് പാസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ക്യാപ്റ്റൻസിയിൽ വരും, പക്ഷേ ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല. എനിക്കുള്ള ഒരു വീക്ക് ആയിരിക്കാം ഇനി നോമിനേഷൻ ഫ്രീ പാസ്. അത് എനിക്കുള്ള വീക്ക് നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയാലേ പവിത്രക്കുള്ള വീക്ക് ആവുള്ള, അല്ലെങ്കിൽ പവിത്രക്കുള്ള വീക്ക് ആവത്തില്ലേ. അതിനുശേഷം പിന്നീട് മഞ്ചരി പറയാണ് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇതിന് ഡിസർവ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ ഇതൊരു സീരിയസ് ബിസിനസ് ആക്കി എടുത്താണ് സംസാരിച്ചത്, അപ്പൊ എനിക്കിത് വേണം എന്നുള്ള ലെവലാണ് ഞാൻ സംസാരിക്കുന്നത്. ദീപക് പറയാൻ മഞ്ചരി സ്മാർട്ടാണ്, ഓക്കെ സമ്മതിക്കുന്നു, പക്ഷേ ജെഫ്രിക്ക് കൊടുക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എടുത്ത് ജെഫ്രിക്ക് കൊടുക്കുന്നു. ജെഫ്രി ഒരു ഒലക്കയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച ചെയ്തിട്ടേ ഇല്ല. ഈ നോമിനേഷൻ ഫ്രീ പാസ് കിട്ടാൻ കറക്റ്റായിട്ട് യോഗ്യതയുള്ള 2 പേര്, 1 ദീപക്കും 2 മഞ്ചരിയാണ്. മാനേജറിന്റെ ടീമിനകത്ത് ടോട്ടൽ ഫോൾ ആണെങ്കിൽ ഞാൻ എങ്ങനെ പറയത്തില്ല, മാനേജറിന്റെ ടീമിൽ നിന്ന് ലാസ്റ്റ് മൊമെന്റ് ആണ് ജാക്കിലിൻ തെറിച്ചത്, അതിനു മുന്നെയാണ് മുത്ത് തെറിച്ചത്. ഇല്ലെങ്കിൽ ജാക്കിലിനും മുത്തുവിനും ദീപക്കിനും മഞ്ചരിക്കും ഒരേപോലെ, എന്നാലും മഞ്ചരിയും ദീപക്കും തന്നെയായിരുന്നു അതിനകത്ത് ഫയർ ആയിക്കൊണ്ടിരുന്നത്. എസ്പെഷ്യലി മഞ്ചരി. ദീപക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാസീവ് കംബാക്ക് ആണ് നടത്തിയത്, കാരണം ഇടയ്ക്ക് വെച്ചുള്ള വീക്കുകളിലൊന്ന് വീക്കായി പോയിട്ട്, ഇടയ്ക്ക് വെച്ചുള്ള ആഴ്ചകളിലൊന്ന് വീക്കായി പോയിട്ട് ഭയങ്കര മാസ് ഒരു കംബാക്ക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി. പക്ഷെ അതൊക്കെ ഇവരിന്ന് കാണുന്നില്ല, എന്ത് ചെയ്യുന്നോ എന്തോ. അങ്ങനെ നോമിനേഷൻ ഫ്രീ പാസ് ജെഫ്രിക്കും ഡയറക്റ്റ് നോമിനേഷൻ റാണവിനുമാണ്. നോമിനേഷൻ ഫ്രീ പാസ് ജെഫ്രിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച ജെഫ്രി നോമിനേഷനിൽ ഇല്ല, അതുകൊണ്ട് 70 ദിവസം വരെ ജെഫ്രി ഓട്ടോമാറ്റിക്കലി സേഫ് ആണ്. 71ാമത്തെ ദിവസം നോമിനേഷൻ വരും, ജെഫ്രിയുടെ പേര് പറയാൻ പറ്റത്തില്ല. അപ്പൊ 71 മുതൽ 77 വരെ, അതായത് അടുത്ത ഞായറാഴ്ച വരെ ജെഫ്രി വീണ്ടും സേഫ് ആണ്. അത് കഴിഞ്ഞ് 78 നോമിനേഷനിൽ എന്തായാലും ജെഫ്രി വരും, കാരണം ഇത്രയും ദിവസം വരാത്തതുകൊണ്ട് എല്ലാവരും ജെഫ്രിയുടെ പേര് എന്തെങ്കിലും കാരണം വെച്ച് പറയും. അപ്പം 78 ജെഫ്രി വന്നു കഴിഞ്ഞാൽ ജെഫ്രി ഔട്ട് ആവുകയാണെങ്കിൽ 84 മിഡ് വീക്ക് ഒന്നും വന്നില്ലെങ്കിൽ 84 ഔട്ട് ആവുകയാണെങ്കിൽ അപ്പൊ 84 ദിവസം ജെഫ്രി സേഫായി, സുഖമായിട്ട് ജെഫ്രി സേഫായി. ജെഫ്രിയുടെ ഫാമിലി വീക്കൊക്കെ ഇനി നമുക്ക് കാണാം. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ, കാരണം ജെഫ്രി ഒന്നുമേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒന്നുമേ ഓർമ്മയില്ല, ജെഫ്രി ചെയ്തു എന്ന് പറയുന്ന സാധനമായിട്ട് എനിക്ക് ഒന്നുമേ ഓർമ്മയില്ല. ഇടയ്ക്ക് ഒരു ക്യാപ്റ്റൻസി എന്തോ കിട്ടിയില്ലേ, വേറെ ഒന്നുമേ ജെഫ്രി ചെയ്തായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. അപ്പൊ എനിക്ക് അത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി ഇവർ ജെഫ്രിക്ക് പറക്കി കൊടുത്തത്. പക്ഷെ ഇത് സൗന്ദര്യമായിട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് കറക്റ്റ് പറയുന്നുണ്ട്, റാണവിനെ പറയുന്നുണ്ട്, റാണവ് ഡയറക്റ്റ് നോമിനേഷനിലൊക്കെ വന്നു, അടുത്ത ആഴ്ച വീട്ടിൽ പോകണോ അതോ ഇവിടെ നിൽക്കണോ എന്നൊക്കെ ഉള്ള നിന്റെ കയ്യിലെ മിടുക്ക് പോലെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞ് ജെഫ്രി എടുത്ത സൗന്ദര്യം പറയുന്നുണ്ട്, എടാ ഇവിടെ നീ ഇരിക്കുന്നവർ നിന്നെ സേവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് എക്കാലവും നിന്നെ സേവ് ആക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ ഇവര് ടാസ്ക് ജയിച്ച് നമ്മൾ കയറി വരുന്നതിന് ഒരു വാല്യൂ ഇല്ല. ഓഡിയൻസ് തീരുമാനിക്കണം നമ്മളിവിടെ എത്ര നാൾ നിൽക്കണം, എപ്പം നിൽക്കണം. അപ്പം നമ്മൾ അങ്ങനത്തെ വിജയം ഉണ്ടാക്കി എടുക്കുന്നിടത്താണ് വിജയം. ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ് നമ്മൾ അറിഞ്ഞിവിടെ പ്ലേ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിജയം. അത് സൗന്ദര്യ കലക്കിയ സാധനം. കുറച്ച് കഴിഞ്ഞ് മുത്തു രഞ്ജിത്തിന്റെ പറയാണ്, മഞ്ചരിയും ദീപക്കുമാണ് മാനേജേഴ്സിലെ ഏറ്റവും പൊളി, എന്നിട്ട് ഇത് എങ്ങനെ ജെഫ്രിക്ക് പോയി എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പം ഇത് കറക്റ്റ് മുത്ത് പറഞ്ഞ പക്ക കറക്റ്റ് കാര്യമാണ്. കുറച്ച് കഴിഞ്ഞ് പവിത്രയും ജെഫ്രിയോട് സംസാരിക്കുന്ന, ഞാൻ പവിത്ര ഇത് കാര്യം അപ്പം ഞാൻ ശരിയാവും എന്നിങ്ങനെ പവിത്ര സ്വന്തമായിട്ട് പറയുന്നത്, എന്താ റീസൺ എന്നൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞു റാണവ് സത്യടുത്ത് പറയാണ്, ജെഫ്രി ഈ ആഴ്ച പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, വളരെ വീക്ക് പ്ലെയർ ആയിരുന്നു, തർഷികയ്ക്കോ സത്യയ്ക്കോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ പിന്നെ സമ്മതിക്കും. ഇത് എന്തോ ഈ ജെഫ്രിക്ക് എങ്ങനെ കിട്ടി? ഇത് എല്ലാവർക്കും ഇത് തന്നെയാണ് പ്രശ്നം. ജെഫ്രി സംഭവം എല്ലാവരും പാവപ്പെട്ട വീട്ടിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കോ, ജെഫ്രിക്കാണ് ഈ സീസണിലെ മണി ബോക്സ് ജെഫ്രിക്കായിരിക്കും. എഴുതി വെച്ചോ, ജെഫ്രി തന്നെ പൊക്കുമോ, ജെഫ്രി തന്നെ പൊക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത് ബസ് പെർഫോമൻസ് അറിയാലോ, ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
സത്യ വരുന്നു, മുത്തുവിൻ്റെയും വിശാലിൻ്റെയും അരുണിൻ്റെയും പേര്. അരുൺ വരുന്നു, ജെഫ്രിയുടെയും. ഇതിനകത്ത് പലരും പറയുന്ന റീസൺസ് എനിക്ക് പേഴ്സണലി ഒട്ടുമേ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഞാൻ എടുത്ത് പറയാത്തതാണ്. സത്യം മുത്തുവിൻ്റെ പേര് പറയുന്നു, ഓക്കെ. ഈ ആഴ്ച ആരൊക്കെയാണ് തിളങ്ങി നിന്നത് എന്നുള്ള 10 ബിഗ് ബോസ് വെക്കുന്നതിന് 10 ആഴ്ചകളിൽ തിളങ്ങി നിന്ന് 10 ആഴ്ചകളിൽ ഈ വീടിനെ ഇൻട്രസ്റ്റിംഗ് ആക്കിയത്, വീട്ടിലേക്ക് വേണ്ടി കളിച്ചത് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ സത്യം പറയുന്നത് മുത്തു, വിശാൽ, അരുൺ. അരുണിൻ്റെ പേര് പിന്നെ സമ്മതിക്കാം, മുത്തുവിൻ്റെ പേര് സമ്മതിക്കാം. വിശാലിൻ്റെ പേര് എന്തർത്ഥത്തിൽ പറയുന്നത്? മൂന്നാമത്തെ ആഴ്ച ഡൗൺ ആയതാണ് വിശാൽ, ഇതുവരെ കയറി വന്നിട്ടില്ല. അരുൺ പറയുന്നു ജെഫ്രി, രഞ്ജിത്ത്, വിശാൽ 3 വേസ്റ്റ്, അട്ടർ വേസ്റ്റ് ആയ 3 സാധനത്തിൻ്റെ പേരാണ് അരുൺ വന്ന് പറയുന്നത്. മുത്തു വരുന്നു, മുത്തു വന്നിട്ട് തുടക്കം പറയാണ്. ഈ സത്യയും അരുണും വന്നിട്ട് 3 പേരും റീസൺ മാത്രം പറയുന്നു. മുത്തു വന്ന് തുടക്കം പറയുന്നു, ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് 10 ആഴ്ചയിൽ ഈ വീട്ടിലുള്ള ഗെയിം കളിച്ചവരുടെ കാര്യവും അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയവരും ഇതിനെ ഗെയിമായി കണ്ടവരും ഈ ബിഗ് ബോസിൽ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് കളിച്ചവരും ഒക്കെയാണ്. ഇത്ര റീസൺ പറഞ്ഞിട്ട് പറയുന്നു. ദീപകണ്ണൻ, ജാക്ലിൻ, മഞ്ജരി ഒരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ ആണെങ്കിലും വ്യക്തമായിട്ട് ഒരു ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ദീപകണ്ണൻ ഇടയ്ക്ക് വെച്ചൊന്ന് കാലടറിയെങ്കിലും വളരെ നല്ലൊരു കംബാക്ക് നടത്തിയിട്ടുണ്ട്. ജാക്ലിൻ തുടക്കം മുതൽ തന്നെ ഫയറാണ്. ഈ 3 റീസൺ ഈ പറയുന്ന പോലെ മുത്തു പറയുന്നു. പിന്നെ പട ഒരാൾ ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, അതാണ് നമുക്ക് നോമിനേഷനിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ ഡയലോഗ് പറയുമ്പം ചിലർ ഇൻട്രസ്റ്റഡ് ആവും. അപ്പോൾ ശരിയാണല്ലോ, നമ്മളിങ്ങനെ ചിന്തിക്കും. ഇപ്പം നോമിനേഷനിൽ ഇപ്പം അവിടെ വരെ വരുവാണെങ്കിൽ, ഇപ്പം ഞാൻ നോമിനേഷൻ ഇരിക്കുവാണെങ്കിൽ ശരി നമുക്ക് അവരുടെ പേര് പറയണോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. അത് മുത്ത് യൂസ് ചെയ്ത കറക്റ്റ് പക്ക സാധനമാണ്. അപ്പോൾ അൻഷിത വരുന്നു, ജെഫ്രിയുടെയും മുത്തുവിൻ്റെയും. മഞ്ജരി എനിക്ക് ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. ജെഫ്രിയുടെ പേര് അൻഷിത പറയുന്ന സ്നേഹത്തിനാണ്, അത് ഉറപ്പാണ്. പക്ഷേ മുത്തുവിൻ്റെ മഞ്ജരിയുടെയും പേര് മഞ്ജരിയെന്ന് അൻഷിതയ്ക്ക് കണ്ടുകൂടാ. എന്നാലും അൻഷിത മഞ്ജരിയുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻഷിത അത് റിയൽ ആയിട്ടാണ് ആ സാധനം പറഞ്ഞത്. കാരണം പറയുന്നത് എനിക്ക് മഞ്ജരി ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഇപ്പം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പറായിട്ട് നീ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജെഫ്രിയുടെ അടുത്തൊരു സ്നേഹം കൊണ്ടാണ് അൻഷിത പറഞ്ഞത്. ബാക്കി രണ്ടും ഓക്കെ. 3 പേരെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ ബിഗ് ബോസ്. അടുത്ത് മഞ്ജരി പോകുന്നു, ജാക്കിലിൻ്റെയും മുത്തുവിൻ്റെയും ദീപകിൻ്റെ പേര് കറക്റ്റ് ഡിസിഷൻ ആണത്. സൗന്ദര്യ പോകുന്നു, വിശാലിൻ്റെയും ജാക്കിലിൻ്റെയും മുത്തുവിൻ്റെ പേര്. വിശാലിൻ്റെ പേര് എന്തിനു പറഞ്ഞു എന്ന് എനിക്കൊരു പിടിയിടുന്നില്ല. സൗന്ദര്യ ഈ ഇടയായിട്ട് വിശാലിൻ്റെ അടുത്തോട്ട് ഒരു ചായ്ച ഉണ്ട്, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജാക്കിലിൻ്റെയും മുത്തുവിൻ്റെ പേര് ഓക്കെ. ദീപക് പോകുന്നു, മുത്തുവിൻ്റെയും ജാക്കിലിൻ്റെയും മഞ്ജരിയുടെയും പേര് അതും പക്ക സാധനമാണ്. ജെഫ്രി പോകുന്നു, ദീപകിൻ്റെയും രഞ്ജിത്തിൻ്റെയും പവിത്രയുടെയും പേര്. ഈ 3 പേര്. പവിത്രയായിട്ട് ഈ ഒരാഴ്ച കൂട്ടാണല്ലോ, അപ്പൊ പവിത്രയുടെ പേര് പറഞ്ഞല്ലേ പറ്റുള്ളൂ. രഞ്ജിത്തണ്ണനാണല്ലോ ഇവിടുത്തെ അൻപ് പാസം കാണിക്കുന്ന അച്ഛൻ. അപ്പൊ രഞ്ജിത്തണ്ണനായിട്ട് ഈ ആഴ്ച ഭയങ്കര, ഇപ്പൊ ഗോവ ഗ്യാങ്ങിൽ ഇല്ലല്ലോ, അപ്പൊ അങ്ങനെ ജെഫ്രി ആ വഴിക്ക് തിരിഞ്ഞു. അപ്പൊ അടുത്ത് തർഷിക, ജാക്കലിൻ, മുത്തു, പവിത്ര. എൻ്റെ പേരാരൊക്കെ പറഞ്ഞു, ആരൊക്കെ പറയാൻ പോകുന്നവരൊക്കെ പേരിലൊക്കെ ഞാനും അങ്ങ് പറയും എന്നുള്ള ഒരു ലെവലിലാണ് തർഷിക പോകുന്നത്. റയാൻ പോകുന്നു, ദീപകിൻ്റെയും മഞ്ജരിയുടെയും ജാക്കിലിൻ്റെയും പേര് അതും റയാനും സൂപ്പറായിട്ട് പറഞ്ഞു. റാണവ്, ജാക്കലിൻ്റെയും വിശാലിൻ്റെയും തർഷികയുടെയും പേരാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വലിയൊരു ഇത് അതിൽ ഫീൽ ചെയ്തില്ല. അടുത്ത് ജാക്കലിൻ പോകുന്നു, മുത്തു, ദീപക്, സൗന്ദര്യ. ഓക്കെ സൗന്ദര്യയുടെ പേര്, സൗന്ദര്യ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് പോകുന്നു, വിശാല്, ജെഫ്രി, അരുൺ. രഞ്ജിത്തിന്റെ പേര് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ രഞ്ജിത്ത് മൊത്തം തിരിച്ചു പറഞ്ഞു. പവിത്ര പോകുന്നു, ജാക്കലിൻ, ജെഫ്രി, തർഷിക പവിത്രയുടെ പേര് പറഞ്ഞിട്ട് പവിത്ര ഇപ്പോൾ തർഷികയുടെ പേര് പറയുന്നു. വിശാല് പോകുന്നു, മഞ്ജരി, ജാക്കലിൻ, അരുൺ. അതും ഓക്കെയാണ്. വിശാലിൻ്റെതും കുഴപ്പമില്ലതേ പറയാം. അങ്ങനെ ജാക്കലിന് 9 വോട്ട്, മുത്തുവിന് 7 വോട്ട്, വിശാലിന് 6 വോട്ട്. 3 പേരുമാണ് ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുന്നത്. എനിക്ക് ജാക്കലിൻ്റെ ഒരു ക്യാപ്റ്റൻസി കാണുന്നുണ്ട്. വിശാൽ ഒന്നും കാണത്തൊന്നുമില്ല, ജാക്കലിൻ്റെ ഒന്ന് കാണണമെന്നുണ്ട്. അടുത്ത വേസ്റ്റ് സാധനം വരുന്നു. വേസ്റ്റ് ആരൊക്കെയാണെന്നുള്ളത്. അപ്പം അതിനകത്ത് സൗന്ദര്യം പറയുന്നത് തർഷികയുടെ പേരും രഞ്ജിത്തിൻ്റെ പേരുമാണ്. തർഷിക ഗെയിം എഫോർട്ട് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. രഞ്ജിത്തിനെ എല്ലാവരും അറിയാമല്ല, ഒന്നുമില്ല. ഇത്രയും ദിവസമായിട്ട് ഒന്നുമേ ഇല്ല. ജാക്കിലും പോകുന്നു, രഞ്ജിത്തിൻ്റെ സത്യയുടെ പേര് ഒന്നുമില്ല. മുത്തു പോകുന്നു, രഞ്ജിത്തിൻ്റെ പവിത്രയുടെ പേര് ഇമ്പാക്ട് കുറവാണ്. മഞ്ജരി പോകുന്നു, സത്യയുടെയും രഞ്ജിത്തിൻ്റെ പേര് ഇമ്പാക്ട് കുറവാണ്. ഇവർ ഇത്രയും കൂടി ഇപ്പം സൗന്ദര്യായാലും ജാക്കിലിൻ, മുത്തു, മഞ്ജരി ഇവരൊക്കെ കൊടുക്കുന്ന കറക്റ്റ് നോമിനേഷൻ ആണ് കേട്ടോ. ദീപക്, രഞ്ജിത്തിൻ്റെ പവിത്രയുടെയും പേര് കറക്റ്റ്. റയാൻ, സത്യയുടെയും രഞ്ജിത്തിൻ്റെ പേര് കറക്റ്റ്. പവിത്ര, സത്യയുടെയും അൻഷിതയുടെയും പേര് കുഴപ്പമില്ല. പിന്നെ കറക്റ്റ് എന്ന് പറയാം. അൻഷിതയുടെ പേരുണ്ടെന്ന് ഇപ്പം ഞാൻ പാർഷ്യാലിറ്റി കാണിച്ചെന്ന് പറയില്ല. ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അൻഷിത ഓക്കെ ഇത്തിരി പിറകിലോട്ടാണ്. പക്ഷേ ചമ്മന്തി കേസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പവിത്ര പറഞ്ഞു. അതിനുശേഷം ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവരെ മറന്നുപോയി. അപ്പോൾ തർഷിക, രഞ്ജിത്തിൻ്റെയും സൗന്ദര്യയുടെയും പേര്. സൗന്ദര്യയുടെ പേരൊക്കെ എൻ്റെ പൊന്നെ ഒന്നുമേ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം ഒന്നും ചെയ്യുന്നില്ല. സൗന്ദര്യം ഇല്ലാത്ത ബിഗ് ബോസ് സീസൺ 8 ഒന്ന് ആലോചിച്ച് നോക്ക്. സൗന്ദര്യം ഗെയിം കളിച്ചു എന്നൊന്നും ഞാൻ പറയൂല. ഇവിടെ കിടന്ന് എന്തൊക്കെയോ ഈ സൗന്ദര്യം ഇല്ലെങ്കിൽ ഇതിനകത്തൊന്നും നടക്കത്തില്ല. ഇപ്പം ഈ ഒരാഴ്ച സൗന്ദര്യം കൂട്ടിയിരിക്കുന്നതിൻ്റെ ഒരു ക്ഷീണം നമുക്കില്ലേ? എനിക്കുണ്ട് പേഴ്സണലി. അടുത്ത രഞ്ജിത്ത്, റയാൻ്റെയും അൻഷിതയുടെയും പേര്. റയാനൊക്കെ ഇപ്പം കയറി വരുന്നുണ്ട് കുറേയൊക്കെ. അങ്ങനെ രഞ്ജിത്തിന് 8 വോട്ടും പവിത്രയ്ക്ക് 6 വോട്ടുമാണ്. ശിക്ഷയൊന്നും ബിഗ് ബോസ് പറയുന്നില്ല.
എന്നിട്ട് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്, കുറച്ച് പേര് ഉള്ളത് പറയുന്നുണ്ട്, കുറച്ച് പേര് കള്ളം പറയുന്നുണ്ട്. കൊള്ളാം, നടക്കട്ടെ. ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇവർ ഫുൾ ഫേക്ക് തരമാണ് പറയുന്നത്. അപ്പം ജാക്കിൽ അപ്പൊ രഞ്ജിത്താണ് എന്തിന് ചിരിക്കുന്നത്, ചിരിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുകയാണ്. കുറച്ച് കഴിയുന്നു സൗന്ദര്യം റയാനും കൊണ്ട് സംസാരിക്കുകയാണ്. എടാ, ഏഞ്ചൽ ടാസ്ക് മുതൽ ഞാൻ കാണുകയാണ്, ഒരു പോയിന്റിൽ വെച്ച് ജെഫ്രി എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് നിൽക്കണം എന്നും പറഞ്ഞോളൂ, എനിക്ക് വേണ്ടി ആരും നിൽക്കണ്ട എന്നുള്ള ഒരു ലെവലിൽ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞു മഞ്ജരി, ജാക്കിൽ, റയാൻ, സൗന്ദര്യം ഇരിക്കുന്നു. ഒരു കറക്റ്റ് വെൽ ഡിസൈൻഡ് അല്ല, വെൽ എക്സ്പ്ലെയിൻഡ് കോൺവെർസേഷൻ ആണ്. അതിനകത്ത് ജാക്കിലും പറയുന്നുണ്ട് ഇവനെ അംഗീകരിക്കാനേ പറ്റുന്നില്ല ജെഫ്രിയെ ഒട്ടുമേ. അപ്പം സൗന്ദര്യം പറയുന്നത്, എടി അവൻ ചെയ്യുന്നത് ഗെയിമാണ്, സ്നേഹം, വിശ്വാസം, ഇവൻ ഫേക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജെഫ്രി. അപ്പം ജാക്കിൽ, എടി എനിക്ക് അതറിഞ്ഞുകൂടാ, പക്ഷെ അവന് വേണ്ടി അവന് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി അവൻ പലരെ സ്റ്റാൻഡ് പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കറക്റ്റാണ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പറയാണ് മഞ്ജരി ചേച്ചി, കഴിഞ്ഞ ആഴ്ച വരെ 60% 70% ഓഫ് ജെഫ്രി ഈസ് എ പാർട്ട് ഓഫ് ഗോവ ഗ്യാങ്, പക്ഷെ ഇപ്പം 5% പോലും ഇല്ല. അപ്പം അവന് മനസ്സിലായി, അല്ലെങ്കിൽ അവൻ വേറെ ലെവലിൽ ഇപ്പം പവിത്രയുടെ അടുത്താണ് അവൻ്റെ ചായ്വ്. അപ്പം ജാക്കിനും പറയണേ ഇപ്പം സൗന്ദര്യയുടെ കൂടെ ഇല്ല, സൗന്ദര്യയുടെ അടുത്ത് കൂടെ അവൻ അധികം ഉണ്ടില്ല. അപ്പം സൗന്ദര്യം പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പറയാൻ ഇപ്പം പവിത്രയുടെ കൂടെയാണ്, നിനക്ക് അറിഞ്ഞുകൂടാത്തവരാണ്, പവിത്രയുടെ കൂടെയാണ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷമാണ് നമ്മുടെ മഞ്ജു വാര്യർ വരുന്നത്, സൂരി, പിന്നെ കൻകാസനോ അങ്ങനെ എന്തോ ഒരാൾ വരുന്നു. നമ്മുടെ ഏത് മൂവിയുടെ പേര് വിടുതലൈ 2 വിജയ് സേതുപതിയിൽ ആ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ മഞ്ജുവും നമ്മുടെ ആൻഷിയും കൂടെ കാണുമ്പോൾ ഒരു കോൺവെർസേഷനൊക്കെ പ്രതീക്ഷ, മഞ്ജു ചേച്ചി ഒരു മലയാളം അടക്കം പ്രതീക്ഷ ചെയ്യപ്പെട്ട ഒന്നും പോലും കിട്ടിയില്ല. അതിനുശേഷം മനസ്സിലായോ ആ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് സെറ്റായി മഞ്ജു ഒക്കെ പോയി. അതിനുശേഷം പിന്നീട് എന്താ നമ്മുടെ സ്പോൺസർ ടാസ്ക് വന്നു ഹിമാലയയുടെ. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ജെഫ്രി അടുക്കളയിലെ പാത്രം തുറന്നിട്ടു, ആഹാരം ഉണ്ടാക്കിയിട്ട് പാത്രം തുറന്നിട്ട് എൻ്റെ പേര് ജാക്കിനെ വിളിച്ച് വഴക്ക് പറയും. എന്തിനാണ് എന്നെ എപ്പോഴും പറയുന്നത്, ഞാൻ ഒരു തവണയിലേ തുറന്നിട്ടോളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു തവണയിലേ പറഞ്ഞോളൂ, ഞാൻ വല്ല വേറെ വല്ലതും പറഞ്ഞാൽ ഞാൻ എന്നൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ജെഫ്രി ചോദിക്കുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി ഈ സീസൺ ഇപ്പോൾ 10ാമത്തെ ആഴ്ച ആവാൻ പോവാണ്. 10 ആഴ്ച തീർന്നു. എനിക്കിതിനകത്ത് ഈ സീസണിൽ ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ എന്നുള്ള ലെവലിൽ ഞാൻ പറയുവാണ്. 10 ആഴ്ചയുടെ ഒരു ബേസിസിലാണ് ഞാൻ പറയുന്നത്. ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ ആണെങ്കിൽ ഞാൻ ഓർഡർ പറയുന്നില്ല, ടോപ്പ് 5-നകത്ത് ഇവരൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ: ജാക്ലിൻ, സൗന്ദര്യ, മുത്തു, ദീപക്, മഞ്ജരി ഓർ അരുൺ. മഞ്ജരി ഇരുന്നോട്ടെ, അരുൺ ഇരുന്നോട്ടെ. 6 പേരുടെ പേര്. ഈ 6 പേരിൽ 5 പേര് ഇന്നായി. ഈ 6 പേര് ടോപ്പ് 6 ആയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സൂപ്പർ സീസൺ ആവും. ഇത് സൂപ്പർ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് നിന്ന് ജയിക്കും. കാരണം മുത്തു, ജാക്ലിൻ, സൗന്ദര്യ, അരുൺ, ദീപക്, മഞ്ജരി ഇവർ ഇത്രയും വരണം ടോപ്പ് 6-നകത്ത്. എൻ്റെ ആഗ്രഹം അതാണ്. ആഗ്രഹം മാത്രമല്ല, ഇവർ ഇത്രയും അടിപൊളിയായിട്ട് കളിക്കുന്നവരുമാണ്. മുത്തു ആയിക്കോട്ടെ, നമുക്ക് തുടക്കം മുതൽ അറിയാം ഗെയിം. അരുൺ പിന്നിൽ നിന്നുള്ള പണിയാണെങ്കിലും അരുണും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ദീപക് അടിപൊളി കളിക്കുന്നുണ്ട്, സൂപ്പർ പ്ലെയർ ആണ്, സ്ട്രൈറ്റ് ഫോർവേഡ് ഗെയിമറാണ് ദീപക്. ജാക്ലിൻ അറിയാലോ, ഒരു ലേഡി മുത്തു എങ്ങനെയാണ്, അതിൻ്റെ ഒരു ലേഡി വെർഷനാണ് ജാക്ലിൻ. സൗന്ദര്യ അറിയാലോ, കണ്ടന്റ് ക്വീൻ, കണ്ടന്റ് ആ വീട്ടിലുണ്ടോ സൗന്ദര്യമാണ് ചെയ്യുന്നത്. മഞ്ജരി സൂപ്പർ വൈൽഡ് കാർഡ്, ഒരു സൂപ്പർ വൈൽഡ് കാർഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നെഗറ്റീവ് ഷെയ്ഡിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വൈൽഡ് കാർഡാണ് മഞ്ജരി. അപ്പോൾ ഇവർ 6 പേരും ടോപ്പ് 5-ൽ അകത്തൊക്കെ വരാൻ വേണ്ടി ഡിസേർവിങ് ആണ്. അല്ലെങ്കിൽ ടോപ്പ് 6 ആയിരിക്കും. ടോപ്പ് 6 ഇവർ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇതെൻ്റെ പ്രഡിക്ഷൻ ആണ്, അങ്ങനെ ഇരുന്നോട്ടെ. ടോപ്പ് 6-ൽ ഇവർ തന്നെയാണോ നോക്കാം. മുത്തു, ജാക്ലിൻ, മഞ്ജരി, അരുൺ, ദീപക്, സൗന്ദര്യ. ഓക്കെ, അപ്പം നാളത്തെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. നാളെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ആരാണ് ഔട്ടായെന്ന് ഞാൻ അപ്ഡേറ്റ് ഇടാം. അതൊക്കെ ഞാൻ ഇട്ടോളാം. അപ്പോൾ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം, വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നാളെ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നത്, ഞാൻ സ്ഥലത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആയിരിക്കും. ഭയങ്കര വലിയ റിവ്യൂ ഒന്നും ഉണ്ടാവില്ല, ഒരു ഷോർട്ട് റിവ്യൂ ആയിരിക്കും. അപ്പം നാളത്തെ വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.